ആകെ ചെളിയാണല്ലോ. ഇനി ക്ലീൻ ചെയ്യാൻ എത്ര നേരം എടുക്കും? ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഭയങ്കര മെനക്കെട്ട ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഇറങ്ങണം, പിന്നെ അതിൽ ചെളിയെല്ലാം വാരി ബക്കറ്റിനകത്ത് ഇടണം, വെളിയിറങ്ങണം. അപ്പോൾ ഭയങ്കര ഒരു പാടുള്ള പരിപാടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പാട് തോന്നിയ പരിപാടിയാണിത്. പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഓസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ ഓസ് മാത്രം മതി. ഞാൻ ഗ്യാരണ്ടീഡ് വരെയാണ് ഈ ഓസ് മാത്രം വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫുൾ ചെളി നമ്മളിന്ന് ക്ലീൻ ചെയ്ത് നല്ല വീടൊക്കെ വൃത്തിയാക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൊറോണ വൈറസൊക്കെ ആയതുകൊണ്ട് ടാങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതെന്ന് പറയുമ്പോൾ 5 മീറ്ററിൻ്റെ ഒരു ഓസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മീറ്റർ മതി. നിങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഒരു 5 മീറ്റർ ഓസ് മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ തറയൊക്കെ തുടയ്ക്കുന്ന ഒരു കോലാണ്. അതിൻ്റെ കോല് മാത്രം മതി, അതിൻ്റെ തുമ്പിലുള്ള ആ സാധനം വേണ്ട. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ടാങ്കിൽ എന്തുമാത്രം ചെളിയുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ. വേണ്ട പൈപ്പിൻ്റെ അവിടെയൊക്കെ നല്ല ചെളിയുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റൂല ക്യാമറയിലായതുകൊണ്ട്. ടാങ്കിൻ്റെ അടിയിലാണ്, ടാങ്ക് നിറയെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പരിപാടി ചെയ്യണമെങ്കിൽ ടാങ്ക് നിറയെ വെള്ളം വേണം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ ഓസിൻ്റെ 2 അറ്റം നമ്മളിങ്ങ് എടുക്കുക. 2 അറ്റം എടുത്ത് എങ്ങനെ പിടിക്കുക? നമ്മൾ ഓസിൻ്റെ 2 അറ്റം, അതായത് 2 എൻഡായിട്ട് പിടിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൊത്തം വെള്ളം ഫില്ല് ചെയ്യണം. നമ്മൾ ഒരു മഗ്ഗിലാണ് വെള്ളം ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ടാങ്കിൽ നിന്ന് തന്നെ ഒരെൻഡിൽ കൂടെ ചെയ്താൽ മതി. ഒരെൻഡിൽ കൂടെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാണ്. ഒരെൻഡിൽ കൂടെ ഇത് നിറയണ വരെ ഫില്ല് ചെയ്യണം. ഇപ്പുറത്തുനിന്ന് വരുന്നത് വരെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പം ഇതിപ്പോൾ ഫില്ലായി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൈ വെച്ച് നമ്മൾ ഒരു സൈഡ് പൊത്തുക. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കിത് ഓസ് കറക്റ്റായിട്ട് ഇപ്പം ഈ ടാങ്കിനകത്തോട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു കോല് നമുക്ക് ഇവിടെ കെട്ടാം. എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് ചെയ്തു തരാം. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം അത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു നീളമുള്ള കോലെടുത്തിരിക്കുകയാണ്. അപ്പോൾ കോലിൻ്റെ നമ്മുടെ ഓസിൻ്റെ ഒരു തുമ്പ് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു കയർ വെച്ച് അങ്ങ് കെട്ടുകയാണ്. ഓക്കെ, കയർ വെച്ച് മുറുക്കി കെട്ടണം. ബാങ്കിനകത്ത് വെച്ച് അഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കെട്ടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പരിപാടിയാണ് നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങ് വെള്ളം നിറയ്ക്കുകയാണ്. ഏകദേശം ഇത് ഫില്ലാവണേ ഒരു 2 മഗ് വെള്ളം വേണം. ഇനി നമ്മൾ ഒന്നുകൂടെ മറ്റേ നേരത്തെ ചെയ്തതുപോലെ ഒരു എൻഡ് നമ്മൾ കൈ കൊണ്ട് പൊത്തിയിട്ട് മറ്റേ എൻഡ് ഈ ഇതിനകത്ത് ടാങ്കിനകത്തോട്ട് ഇടുക. ഇനി നമുക്ക് മറ്റേ അറ്റം ഈ വെളിയിൽ താഴോട്ട് ഇട്ട് കൊടുക്കുമ്പം ഇതിന്ന് വെള്ളം പൊക്കോണ്ടിരിക്കും. വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന് കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ചെളി കാണിച്ചു തരാൻ വേണ്ടി നമ്മളൊരു ബക്കറ്റിനകത്തോട്ട് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെളിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് ഓടിച്ചു കൊടുക്കുക, ചെളിയുള്ള സ്ഥലത്തിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ചെളി വെള്ളം പോകുന്ന കാണാൻ പറ്റും ഈ സൈഡിൽ കൂടെ. അപ്പോൾ നമ്മുടെ വെള്ളത്തെ സൈഡിൽ ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെളിയുടെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതുവഴി നോക്കിയാൽ കാണാൻ പറ്റും ചെളി വെള്ളം പോകുന്നത്. ഇവിടെ ചെളി വെള്ളം പോകുന്ന കാണാൻ പറ്റും. നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ ബക്കറ്റിലെടുത്ത് വെച്ചേക്കുന്നതൊക്കെ ചെളി വെള്ളമാണ്. അതായിപ്പോൾ നന്നായിട്ട് ചെളി വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ടാങ്ക് ഇറക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പം നമ്മുടെ
ടാങ്കിലെ വെള്ളം എന്ന് പറയുന്നത് പകുതിയിലേറെ കുറഞ്ഞിട്ടുണ്ട്, നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാനുള്ള രീതിയിൽ തന്നെ നല്ലൊരു ഫോഴ്സിൽ തന്നെയാണ് ഇത് വരുന്നത്. വെള്ളം ചെളി നമ്മുടെ ടാങ്ക് ഏകദേശം വൃത്തിയാണ്. നല്ല രീതിയിൽ ചെളി വെളികൾ നല്ല ചെളിവെള്ളം വരുന്നുണ്ട്. ടാങ്ക് ഏകദേശം വൃത്തിയായെന്ന് തോന്നുന്നു. അതാണിപ്പോൾ ചെളിവെള്ളം ഇടയ്ക്കിടയ്ക്കാണ് നന്നായിട്ട് ചെളിവെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതിനാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയണം. അപ്പം നമ്മൾ ടാങ്ക് മൊത്തം ക്ലീനാക്കി ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ഇതിൽ പല ആളുകൾക്ക് ഇത് അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.